ഞാനിപ്പോൾ ഒരു കഥയിലൂടെ ചില ഹിന്ദി വാക്യങ്ങളും പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. ഈ കഹാനിയിലെ കഥാപാത്രങ്ങളാണ് ഒരു മനുഷ്യൻ, അയാളുടെ അല്പം വസ്തു, അതിലൊരു തെങ്ങ്, പിന്നൊരു വാഴയും. മനുഷ്യന് ആദ്മി, വസ്തുവിന് ജമീൻ, തെങ്ങിന് നാരിയൽ, വാഴയ്ക്ക് കേല. അപ്പോൾ കഥ തുടങ്ങാം. एक आदमी था, उसको थोड़ा जमीन था और उसमें एक नारियल का पेड़ था. बाद में उसने उस जमीन में एक केला का पेड़ लगाया. ഒരു മനുഷ്യന് അല്പം സ്ഥലമുണ്ടായിരുന്നു, അതിലൊരു തെങ്ങ് നട്ടു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിൽ ഒരു വാഴയും വെച്ചു. ഓർക്കുക, കഥയുടെ ഒടുവിൽ ഥേ വരുന്നു. കാലവ്യത്യാസം കൊണ്ടോ ലിംഗവ്യത്യാസം കൊണ്ടോ വചന വ്യത്യാസം കൊണ്ടോ അങ്ങനെ വരുന്നു. കഥയിലെ മറ്റു വാക്കുകളാണ്. അപ്പോൾ കഹാനി മേ, കഥയിൽ, ഉൻകാ പാസ്, അയാളുടെ പക്കൽ, ജമീൻ ഥാ, വസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ തെങ്ങ് തനിച്ചായിരുന്നു, ശ്രദ്ധ മുഴുവൻ അതിന് കിട്ടി, അതുകൊണ്ട് അത് വളരെ സന്തോഷിച്ചു. തനിച്ചായിരുന്നു, അതിന് അകേലെ ഥ, ശ്രദ്ധ, ധ്യാൻ, മുഴുവൻ ശ്രദ്ധ, പൂരാ ധ്യാൻ, അതിന് കിട്ടി, ഉസ്കോ മില. എന്നാൽ ഒരു ദിവസം എന്തു സംഭവിച്ചു? ലേക്കിൻ ഏക് ദിൻ ക്യാ ഹുവ, അയാൾ അതിൽ ഒരു വാഴത്തൈ നട്ടു. വഹ് ഉസ്മേ ഏക് കേല കാ പോദ ലഗായ. അപ്പോൾ സ്വാഭാവികമായി ശ്രദ്ധ ഇതിലേക്ക് തിരിഞ്ഞു. അത് അതിനെ വളരെ ദുഃഖിപ്പിച്ചു. അപ്പോൾ അയാൾ അതിനോട് ചോദിച്ചു, മോനെ, നിന്റെ മുഖം വാടുന്നത് എന്ത്? അയാൾ അങ്ങനെ ചോദിച്ചെങ്കിൽ സത്യത്തിൽ വാടിയത് ഹൃദയമാണ്. ഹൃദയം വാടുമ്പോഴാണ് മുഖത്ത് അത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ അസൂയ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം വാടാം. അപ്പോൾ തെങ്ങ് സന്തോഷിച്ചിരുന്നത് തന്നെ ആയിരുന്നതുകൊണ്ടല്ല, ശ്രദ്ധ മുഴുവനും കിട്ടിയത് കൊണ്ടാണ്. അയാൾ കൂട്ടിച്ചേർത്തു, മോനെ, മുഖം വാട്ടാതെ, സത്യം അറിയുവാൻ സമയമെടുക്കും. चेहरा मत उतार, चेहरा को मुरझाने मत दो, सच्चाई समझने के लिए वक्त लगता है. സത്യം, അതിന് സച്ച് അല്ലെങ്കിൽ സച്ചായി എന്ന് പറയുന്നു. വാഴ പെട്ടെന്ന് വളർന്നു, കൊല വന്നു. ബോത് ജൽദി ബഡ ഔർ ഫൽ ആയ. അപ്പോൾ അതിൻ്റെ ദുഃഖം വർദ്ധിച്ചു. 2 വർഷത്തോളമായിട്ടും ഫലം നൽകാത്തതിലുള്ള ദുഃഖം. പെട്ടെന്ന് വളർന്നു, ജൽദി ബഡ, ഫൽ ദിയ, ഫലം അല്ലെങ്കിൽ കൊല തന്നു. അധികം ദുഃഖിക്കുന്നതിന് അധിക് ദുഃഖി ഓകയ, അധിക് ദുഃഖാകയ. ദിവസങ്ങൾ കടന്നുപോയി. അയാൾ വീണ്ടും വന്നു, വാഴ വെട്ടി, കൊല മാറ്റി. ബോ ദിൻ കെ ബാദ് വഹായ, കേല കാട്ട, ഫൽ ഹട്ടായ. എന്തെങ്കിലും മുറിക്കുന്നതിന് കാട്ടിന, മാറ്റുന്നതിന് ഹട്ടാന. എന്നിട്ട് അയാൾ ആ തെങ്ങിനെ ഒന്ന് നോക്കി. അത് തല കുനിച്ചു. എന്നിട്ട് അയാൾ ആ തെങ്ങിനെ ഒന്ന് നോക്കി, അത് തല താഴ്ത്തി. തലയ്ക്ക് ശിർ, താഴ്ത്തുന്നതിന് കുനിക്കുന്നതിന് ജുക്കായ, ശിർ ജുക്കായ, തല കുനിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. തബ് ഉസ്നെ ജോ ബാത്തെ കഹി ധ്യാൻ ദേന യോഗ്യ ഹെ. ശ്രദ്ധിക്കുന്നതിന് യോഗ്യമായതാണെങ്കിൽ ധ്യാൻ ദേനെ യോഗ്യ. സബ് ഫൽ ദേത്താ ഹെ ബേട്ട, സഭി ഫൽ ദേത്താ ഹെ ബേട്ട. കുച്ച് ജൽദി മേ ഹെ തോ ബാക്കി ആരാം സെ ഹെ. എല്ലാവരും ഫലം നൽകുന്നു. ചിലത് പെട്ടെന്നാണെങ്കിൽ മറ്റ് താമസിച്ചാണ്.
ചിലർ പെട്ടെന്ന് തരുന്നതിൽ സന്തോഷിക്കുമ്പോൾ മറ്റവ കൂടുതൽ തരുന്നതിൽ സന്തോഷിക്കുന്നു. പെട്ടെന്ന് തന്നതിൻ്റെ സന്തോഷവും അവർ കൂടുതൽ തന്നതിൻ്റെ സന്തോഷവും. പെട്ടെന്ന് തരുന്നതിന് ജൽദി ദേന, കൂടുതൽ തരുന്നതിന് ജാദാ ദേന. താമസിച്ച് തരുന്നതിന് ദേർ സേ ദേന, ഒരിക്കലും തരാത്തതിന് കഭി നഹീ ദേന. താമസിച്ച് തരുന്നതിന് ദേർ സേ ദേത്ത, ഒരിക്കലും തരാത്തതിന് കഭി നഹീ ദേത്ത. എന്നാൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും ഫലം തരുന്നു. ചിലവ പെട്ടെന്നാണെങ്കിൽ മറ്റു ചിലവ സാവകാശത്തിലാണ്. സന്തോഷം അതിനുമുണ്ട്, സന്തോഷം ഇതിനുമുണ്ട്. അപ്പോൾ നാം എങ്ങനെയായിരിക്കുന്നു അങ്ങനെ ആയിരുന്ന് നമുക്ക് നൽകാവുന്ന ഫലം നൽകുവാനിടയാകട്ടെ. നാം നൽകുന്ന ഫലത്തിൽ നമുക്ക് സന്തോഷിക്കുവാനും കഴിയട്ടെ.